ഒരു വെള്ളച്ചാട്ടത്തിന്റെ നടുവിലിരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത് കുറേ കാലമായിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടാ. അതിന്ന് സാധിച്ചിട്ടുണ്ട്. മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേളാരിയിലെ വീടുള്ള നമ്മൾ അപർണേനെ ഓർമ്മ വന്നത്. ഓളാണെങ്കിൽ കുറെ നാളായിട്ട് ബാബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുമുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്ഥലം കോഴിക്കോട് നിന്ന് ബസ് കയറിയാൽ നിങ്ങൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ എത്തും. ഓളെ കണ്ടപാട് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും വെള്ളത്തിൽ പോയി തുള്ളണം, ഒരു മനസ്സമാധാനം കിട്ടാനാണെന്ന്. ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ ഓളിരുന്ന് തപ്പലായി. ഇങ്ങനത്തെ ഈ ലൊട്ടിലൊടുക്ക് സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്ക് ഭയങ്കര കഴിവാണ്. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഓളോട് തന്നെ ഇത് പറഞ്ഞത്. അങ്ങനെ അവസാനം ഓള് കണ്ടുപിടിച്ച്. ആ കണ്ടുപിടിച്ച സ്ഥലമാണ് കളറണ്ടി വാട്ടർഫാൾസ്. പേര് കേട്ടിട്ട് നിങ്ങൾ അയ്യേന്ന് പറയാൻ വരട്ടെ. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാല് അമ്പട ജിഞ്ചിൻ ചക്കടി എന്ന് പറയാൻ മാത്രം ഉണ്ട് കേട്ടാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെറും 1/2 മണിക്കൂർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ കളറണ്ടി വാട്ടർഫാൾസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിക്ചർ അടക്കം ഈ സ്ഥലം വരും. പൊൻവയൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അങ്ങനെ അവളെ പുതിയ മഞ്ഞ സ്കൂട്ടിയിൽ എന്നെയും കൂട്ടിയിട്ട് ഓളി വാട്ടർഫാൾസിന്റെ അടുത്തെത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ ഈ പരിസരത്തിന്റെ കെട്ടും മട്ടും എല്ലാം ഒന്ന് വീക്ഷിച്ചു. ഒന്നും പേടിക്കാനില്ല, റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റുവട്ടത്തെല്ലാം വീടും ആൾക്കാരും ഉണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ടും സ്കൂള് ലീവ് ആയതുകൊണ്ടും ആ പരിസരത്തിലെ കുട്ടിപ്പട്ടാളം മൊത്തം ആ വെള്ളച്ചാട്ടത്തിലുണ്ട്. അവരെ നോക്കാൻ വേണ്ടിയും അതേപോലെ കുളിക്കാൻ വേണ്ടിയും വന്ന അവരെ അച്ഛനമ്മമാരും അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടാ. നമ്മൾ ആദ്യമായിട്ടൊരു വെള്ളച്ചാട്ടത്തിലേക്കെല്ലാം പോകുമ്പോൾ അവിടെ പരിസര പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരെടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം പുറമെ നിന്ന് നോക്കുമ്പോൾ ശാന്തവും മനോഹരവും ആയിരിക്കുന്ന പല വെള്ളക്കെട്ടുകളും അപകടകാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ്. അതാണ് പല ആപത്തുകളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തുള്ളിക്കളിച്ചു. ഏറ്റവും രസമായിട്ട് തോന്നിയത് വെള്ളച്ചാട്ടത്തിന്റെ മേലെന്ന് താഴേക്ക് ഇങ്ങനെ നിരങ്ങി ഇറങ്ങിയപ്പോഴാണ്. ആദ്യം നമ്മൾ പേടിയോടെയും ശ്രദ്ധയോടെയും ആണ് ഇത് ചെയ്തത്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. പിള്ളേരപ്പനം വെള്ളം തേവി കളിച്ചു. വല്യപ്പനോട് എന്തെല്ലോ സംസാരിച്ചു. കുറെ ഒഴുകി നടന്നു, പൊങ്ങിക്കിടന്നു, നിരങ്ങി ഇറങ്ങി, മെഡിറ്റേറ്റ് ചെയ്തു. മനസ്സ് നിറഞ്ഞ 3 മണിക്കൂറിന്റെ ഈ ഓർമ്മകളാണ് ഇന്ന് കളറണ്ടി വാട്ടർഫാൾസ് എനിക്ക്. പിന്നെ ഇതുപോലെ കിറുക്കുള്ള ഒരു സുഹൃത്തും കൂടെ മതിയല്ലോ കളറണ്ടി കളറാവാൻ. വെള്ളത്തിന് കയറിയാൽ പിന്നെ ഒടുക്കത്തെ വിശപ്പാണ്. ഞങ്ങൾ നേരെ റെഗാലിയ റെസ്റ്റോറന്റിലേക്ക് വെച്ചു പിടിച്ചു. അവിടുന്ന് നല്ല ചൂടോടെ മട്ടൻ സൂപ്പും മന്തിയും കഴിച്ചു. മട്ടൻ സൂപ്പ് അപാര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ 3:45. 4:30 പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കാഞ്ഞങ്ങാട്ടേക്കില്ല നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് പിടിക്കാം. ഇനി അടിപാടാ സമയമില്ല എന്നോട് പറഞ്ഞതും വണ്ടിയിലേക്ക് ഞാൻ ചാടി കയറി. ഓളുടെ ഡ്രൈവിംഗ് മോഡ് ഫുൾ ഓൺ. ആ മഞ്ഞ സ്കൂട്ടി ഓള് പറപ്പിച്ചു വിട്ടു. 30-40 കിലോമീറ്റർ/അവർ സ്പീഡിൽ റെയിൽവേ സ്റ്റേഷൻ വന്നിറക്കി. ഒരു സേഫ്റ്റിക്ക് വേണ്ടി അടുത്ത ട്രെയിനിന്റെ സമയം ഞാൻ നോക്കി വെച്ചു. ഞാനത് പക്ഷെ ഇവിടെ പറയുന്നില്ല. ഇനിയിപ്പോ നിങ്ങളും ഓളോട് പറയാൻ നിൽക്കണ്ട. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ചാടി ഇറങ്ങി ടിക്കറ്റ് എടുത്തു, ട്രെയിൻ കയറി. ശുഭം.